Hi everyone, Adil here. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഇൻലൈൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സി എസ് എസ്. എന്താണ് ഒരു ഇൻലൈൻ സി എസ് എസ്, അതുപോലെ എന്താണ് ഒരു ഇന്റേണൽ സി എസ് എസ്, എന്താണ് ഒരു എക്സ്റ്റേണൽ സി എസ് എസ്, ഇതെല്ലാം നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ HTML എലമെന്റ്സിനെ ഈ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ തന്നെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് സെലക്ടേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെലക്ടർ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സെലക്ടേഴ്സ് എന്താ, ഏതൊക്കെ രീതിയിൽ രണ്ട് സെലക്ടേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് ഗ്രൂപ്പിംഗ് സെലക്ടറും പറഞ്ഞു, രണ്ടാമത്തത് എലമെന്റ് സെലക്ടറും പറഞ്ഞു അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സി എസ് എസ് അല്ലെങ്കിൽ സെലക്ടർ ആണ് എന്ത്, സി എസ് എസ് സെലക്ടേഴ്സ് ആണ് എന്ത്, നമുക്ക് ക്ലാസ് സെലക്ടർ, ഐ ഡി സെലക്ടർ എന്നൊക്കെ പറയുന്നത്. ഈ ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജസ്റ്റ് എന്താ പറയാ, ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ നമുക്ക് എന്ത് വേണം, മൾട്ടിപ്പിൾ ഓക്കെ ഗ്രൂപ്പ് സെലക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഗ്രൂപ്പ് സെലക്ടർ? ഈ ഗ്രൂപ്പ് സെലക്ടർ അതെന്താണ്, ടാബിളിനും ടി എച്ചിനും ടി ഡിക്കും ഡിവ്, അതായത് ഈ 4 എലമെന്റ്സിനും നമുക്ക് ഒരേ സ്റ്റൈല് കിട്ടണം എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ഗ്രൂപ്പ് സെലക്ടർ കൊടുത്തു. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയോ, ഇവിടെ ജസ്റ്റ് ഞാനൊരു ഒന്ന് രണ്ട് എലമെന്റ്സ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, H1 ഉണ്ട്, H3 ഉണ്ട് അല്ല. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പി ടാഗും ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് സോറി, പി ടാഗും ക്രിയേറ്റ് ചെയ്തു. പി ടാഗിൽ എന്താണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വേണം, ഈ മൂന്ന് ടെക്സ്റ്റിന് നമുക്ക് എന്ത് കൊടുക്കണം, ഒരു ടെക്സ്റ്റ് എന്താക്കി കൊടുക്കണം, ടെക്സ്റ്റിന്റെ കളർ റെഡ് ആക്കിയിട്ട് കൊടുക്കണം എന്ന് കരുതാം. അതായത് 3 ലൈൻസിനും അല്ലെങ്കിൽ 3 എലമെന്റ്സിനും നമുക്ക് ടെക്സ്റ്റിന്റെ കളർ റെഡ് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഈ ഒരു എന്താ പറയുക, ഗ്രൂപ്പ് സെലക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, H1 അതുപോലെ H3, H1, H3, P എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് നോക്കണം, സോറി, കളറാണ്, കളർ പറഞ്ഞിട്ടുള്ള കളർ റെഡ് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, കളർ റെഡ് കൊടുത്തു. ജസ്റ്റ് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുന്നു. കണ്ടോ, ഈ 3 ടെക്സ്റ്റ് എന്ത് കളറായിട്ട് എടുത്തു, റെഡ് കളറിലായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ഗ്രൂപ്പ് സെലക്ടർ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു എന്തുണ്ട്, ഈ ഡിവിന് ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു 3 എലമെന്റ്സിന് മാത്രമേ നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി എന്ന് കരുതി. അതായത് 3 എലമെന്റ്സിന് മാത്രമേ നമുക്ക് റെഡ് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് എന്തുണ്ട്, ഇവിടെ വേറൊരു H1 ഉണ്ട് എന്ന് കരുതാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഹലോ HTML എന്ന് കൊടുത്തു. ഓക്കെ, ഹലോ HTML. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ H3 കൊടുത്തു ഞാൻ, ഹലോ HTML. ഓക്കെ, ഒരു പി ടാഗ് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹലോ HTML. അപ്പോൾ ഇവിടെ എന്താണ്, 3 എലമെന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ ഈ 3 എലമെന്റ്സിന് നമുക്ക് എന്ത് വേണം, റെഡ് കളർ വേണം. ഈ 3 എലമെന്റ്സിന് നമുക്ക് എന്ത് വേണം, വയലറ്റും വേണമെന്ന് കരുതുക. ഓക്കെ, വയലറ്റും വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ കൊടുത്ത പ്രകാരമാണെന്നുണ്ടെങ്കിൽ എന്താ, H1, H3, P ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് സെലക്ടർ ആക്കിയിട്ട് നമ്മളൊരു കളർ റെഡ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൈൽ എഴുതി എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ മാറ്റം, എന്തായിരിക്കും ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കളേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇവിടെ ഇപ്പോൾ ഈ ഒരു 3 മാത്രം മതി റെഡ്, ബാക്കിയുള്ള ഈ 3 വയലറ്റ്, പിന്നെ ബാക്കിയുള്ള എല്ലാ എലിമെന്റ്സിനും നമുക്ക് ഡീഫോൾട്ട് കളർ ഏതാണോ ആ കളറിൽ നമുക്ക് എന്ത് വരണം, ആ കളറിൽ വേണം നമുക്ക് എന്ത് വരാൻ, എലമെന്റ്സ് ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ, ഞാനിപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ, ഈ H1, H3 അതേപോലെ പി ടാഗും എന്തായിട്ടുണ്ട്, റെഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ 3 HTML അല്ലെങ്കിൽ ഈ 3 H1, H3 അതേപോലെ ഈ ഒരു പി ടാഗും ഈ 3 എലമെന്റ്സും എന്താണ്, നമുക്ക് അതും റെഡിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇത് ഏതിൽ വേണമെന്നാ പറഞ്ഞത്,
നമ്മൾ പറഞ്ഞു വയലറ്റിൽ വേണം അല്ലെ. ഇതിലാണെന്നുണ്ടെങ്കിൽ റെഡിൽ മതി, ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ എലമെന്റ്സ് നമുക്ക് വയലറ്റ് കളർ വേണ്ട അല്ലെ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, നമുക്ക് എന്താ സംഭവിച്ചുള്ളൂ, നമ്മളെ നമ്മൾ എങ്ങനെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കിയേ. H1 H3 P, അതായത് നമ്മൾ 3 ഗ്രൂപ്പ് സെലക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ക്ലാസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എലമെന്റ്സുകളാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എലമെന്റിന് തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സ്റ്റൈൽ കൊടുക്കുന്നത്. ഏത് എലമെന്റിനാണ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കളർ കൊടുക്കണം, റെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. H3 എന്ന് പറഞ്ഞ എലമെന്റിന് റെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. P എന്ന് പറഞ്ഞ എലമെന്റിന് റെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇത്രയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ HTML ഡോക്യുമെന്റിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക. ഇവിടെ കണ്ടില്ലേ H1 എന്താണ്, ഹലോ ഇവിടെ ഒരു H1 ഉണ്ട് അല്ലെ. ആ H1 എന്താണ് കളർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് റെഡ് കൊടുക്കണം. അതേപോലെ തന്നെ അല്ലേ ഇവിടെ ഒരു H1 ഉണ്ട്. അപ്പൊ ഈ H1 മാത്രം റെഡ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ, ഇല്ല. അപ്പൊ അത് കാരണത്താലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇവിടെ ഈ HTML ഡോക്യുമെന്റിൽ ഇനി എത്ര H1 അല്ലെങ്കിൽ H3യും അല്ലെങ്കിൽ Pയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എത്ര എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ എന്തിലേ വരുള്ളൂ, റെഡ് കളറിലേ വരുള്ളൂ. കാരണം എന്താണ്, നമ്മൾ ഇവിടെ എലമെന്റ്സിന്റെ നെയിം വിളിച്ചിട്ടാണ് അല്ലെങ്കിൽ എലമെന്റ്സിനെ ഡയറക്ട്ലി സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കളർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ HTML ഡോക്യുമെന്റ്സിൽ എത്ര തന്നെ H1ഉം H3യും Pയും ഉണ്ടെങ്കിലും അതെല്ലാം ഏത് കളേഴ്സിൽ എടുക്കുകയുള്ളൂ, റെഡ് എന്ന് പറഞ്ഞ കളറിലേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു 3 റെഡും ഈ ഒരു 3 വയലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, എങ്ങനെ പറ്റും, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻലൈൻ സ്റ്റൈൽ എഴുതാം അല്ലെ. ഇൻലൈൻ സ്റ്റൈൽ എഴുതി കൂടെ. ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കളർ റെഡ്. ഓക്കെ, ഇവിടെ റെഡ് കൊടുത്തു. അല്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ കൊടുക്കണ്ടല്ലോ അല്ലെ, ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഡീഫോൾട്ട് ആയിട്ട് എല്ലാ എലമെന്റ്സിനും എന്താണ് വരുന്നത്, റെഡ് ആണ് വരുന്നത്. കാരണം നമ്മൾ അവിടെ സ്റ്റൈൽ ഇവിടെ ഡിഫൈൻ ചെയ്തതിനെ കൊണ്ട് എന്തായിരിക്കും, H1നും H3ക്കും Pക്കും എന്ത് വരും, റെഡ് വരും. ഇനി നമുക്ക് ഇവിടെ വയലറ്റ് കൊടുക്കുന്നുണ്ട്, ഇവിടെ മാത്രം സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് കൊടുക്കുക, ഇൻലൈൻ ആയിട്ട് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കും, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്, സ്റ്റൈൽ ഇൻലൈൻ ആയിട്ട് നമ്മൾ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്ത് വരിക, ഹൈ പ്രയോറിറ്റി വരിക. അപ്പോൾ നമ്മൾ ഇൻലൈനും അതേപോലെ ഇന്റേണലും അല്ലെങ്കിൽ എക്സ്റ്റേണലും എന്ന രീതിയിൽ നമ്മൾ സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരേ എലമെന്റിന് തന്നെ നമ്മൾ 2 രീതിയിൽ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻലൈൻ ആയിട്ടും അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടും, അല്ലെങ്കിൽ ഒന്ന് ഇൻലൈൻ ആയിട്ടും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഏത് കോമ്പിനേഷനിലാണെങ്കിലും കുഴപ്പമില്ല, ഏത് കോമ്പിനേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക, ഇൻലൈൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റൈലിനായിരിക്കും പ്രയോറിറ്റി കൂടുതലായിട്ട് വരിക. അതിനെ കൊണ്ട് ഏത് സ്റ്റൈലായിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക, ഇൻലൈൻ ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും നമ്മൾ ഇന്റേണലോ അല്ലെങ്കിൽ എക്സ്റ്റേണലോ ആയിട്ട് എഴുതിയിട്ടുള്ള സ്റ്റൈലിനേക്കാളും ഓവർ റൈഡ് ചെയ്തിട്ട് വരുന്നുണ്ടാവാം, ഓവർ റൈഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ആവുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ വയലറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ജസ്റ്റ് കാണിച്ചു തരാം. കളറ് വയലറ്റ് കൊടുത്തു. ഓക്കെ, കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഈ H1 എന്ത് ചെയ്ത്, ഇൻലൈൻ ആയിട്ട് ഒരു സ്റ്റൈൽ എഴുതിയില്ലേ. ഇതേ H1 നമ്മൾ വേറെ എവിടെയെങ്കിലും സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്, എക്സ്റ്റേണലിൽ സ്റ്റൈൽ എഴുതിയിട്ടില്ലേ, H1 ഉണ്ടാവും. അപ്പോൾ ഒരേ എലമെന്റിന് നമ്മൾ എവിടൊക്കെ സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്, 2 തവണ നമ്മൾ സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഏത് രീതിയിലായിരിക്കും സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്റ്റൈൽസ് എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എക്സ്റ്റേണൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇൻലൈനിലും എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇവിടെ വരുന്നത്, ഇവിടെ നമുക്ക് ബ്രൗസറിൽ ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് ഏതായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, സ്റ്റൈൽ കളർ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റൈലായിരിക്കും ഈ ഒരു എലമെന്റിന് എടുക്കുന്നുണ്ടാവുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻലൈൻ ആയിട്ട് ഒരേ എലമെന്റിന് തന്നെ 2 സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അതായത് ഒന്ന് ഇൻലൈൻ ആയിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതേ എലമെന്റിന് തന്നെ എക്സ്റ്റേണൽ ആയിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻലൈൻ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള സ്റ്റൈൽസിനായിരിക്കും പ്രയോറിറ്റി കൂടുതലായിട്ട് വരിക. ആ ഒരു കേസിൽ ഇൻലൈൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റൈല് എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള സ്റ്റൈലിനെ ഓവർ റൈഡ് ചെയ്തിട്ടായിരിക്കും ഡിസ്പ്ലേ ആവുന്നുണ്ടാവുക. അതായത് നമുക്ക്
ഏത് ഡിസ്പ്ലേ ആവുള്ളൂ? ഈ വയലറ്റ് എന്ന് പറഞ്ഞുള്ള കളറ് നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ആവുള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. കണ്ടോ കണ്ടോ എന്താണ് വയലറ്റ് കളറിൽ വന്നില്ലേ? ഓക്കെ, ഈ ഒരു H1 മാത്രം വയലറ്റ് കളർ ആയില്ലേ? മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിന് വയലറ്റും കൊടുത്തിട്ടുണ്ട്, റെഡും കൊടുത്തിട്ടുണ്ട്, എങ്കിലും എന്തുകൊണ്ട് വയലറ്റ് മാത്രം വന്നു? അതാണ് പറഞ്ഞത്. വയലറ്റ് അതായത് ഇൻലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റൈൽ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്റ്റൈലിനായിരിക്കും എന്ത് വരുന്നുണ്ടാവാം, പ്രയോറിറ്റി കൂടുതൽ വരുന്നുണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും, ഇൻലൈൻ ആയിട്ട് എഴുതുന്ന സ്റ്റൈൽസ് എന്ത് ചെയ്യും, എക്സ്റ്റേണലോ അല്ലെങ്കിൽ ഇന്റേണലോ ആയിട്ട് എഴുതിയിട്ടുള്ള മറ്റുള്ള സ്റ്റൈലിനേക്കാളും ഓവർ റൈഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ആവുന്നുണ്ടാവുക ഇൻലൈൻ സ്റ്റൈൽസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ സ്റ്റൈൽ എഴുതാം. അപ്പോൾ ഇവിടെ സ്റ്റൈല് കളർ വയലറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ H3ക്കും വയലറ്റ് വേണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാം, H3ക്കും നമുക്ക് എന്ത് ചെയ്യണം, കളർ വയലറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണോ? കൊടുക്കണം അല്ലേ? കൊടുക്കണം. ഓക്കെ, വയലറ്റ് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റൈൽ അടുത്തത് കളറ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തേയും കൊടുക്കണം. കാരണം എന്താ, നമുക്ക് മൂന്നിനും എന്ത് വേണമെന്നാ പറഞ്ഞ, വയലറ്റ് കളർ വേണമെന്നാ പറഞ്ഞത് അല്ലേ? അതിനുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ മൂന്നെണ്ണത്തിന് വയലറ്റ് കളർ ഇൻലൈൻ ആയിട്ട് സ്റ്റൈൽ ഡിഫൈൻ ചെയ്തപ്പോൾ എന്ത് വന്നു, മൂന്നിനും ഇൻലൈൻ സ്റ്റൈൽ ഓവർ റൈഡ് ആയിട്ട് വന്നു. അപ്പൊ അതിനെ കൊണ്ട് വയലറ്റ് കളറിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കണ്ടു. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന കേസിൽ എന്ത് പ്രശ്നമുണ്ട്, നമുക്ക് ഇവിടെ എത്ര പ്രാവശ്യം എത്ര എലമെന്റ്സുകൾ ഉണ്ടോ അവിടെ അത്രയും പ്രാവശ്യം, ഇപ്പൊ ഇവിടെ മൂന്ന് എലമെന്റ്സുകൾ ഉണ്ട് അല്ലെ, 3 എലമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്തു, ഓരോ പ്രാവശ്യം ഇൻലൈൻ ആയിട്ട് സ്റ്റൈൽ എഴുതേണ്ടതായിട്ട് വന്നു. പക്ഷെ നമുക്ക് ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ? ഈ ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഈ കോഡിനെ ഇത്രയും വലിയൊരു കോഡിന് നമ്മൾ എഴുതണ്ട, അല്ലെങ്കിൽ ഇത്രയും ലെങ്ത് ഉള്ള ഒരു കോഡിനെ നമ്മൾ റിപ്പിറ്റേറ്റീവ് ആയിട്ട് എഴുതുന്നതിനേക്കാളും ഒരേ സ്റ്റൈൽ വിളിക്കുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയാം, ക്ലാസ് സെലക്ടർ എന്ന് പറയാം. അതിനുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് എന്ത്, ക്ലാസ് സെലക്ടർ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ജസ്റ്റ് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, വയലറ്റ് കണ്ടതല്ലേ, ഞാനിത് ഒഴിവാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. വയലറ്റ് കളർ പോയിട്ട് എന്തായിട്ടുണ്ടാവും, പഴയ കളർ തന്നെ ആയിട്ടുണ്ടാവും, റെഡ് കളർ. ഓക്കെ, കണ്ടോ റെഡ് കളറിൽ വന്നില്ലേ? പക്ഷേ ഇനി നമുക്ക് എന്ത് വേണം, ക്ലാസ് സെലക്ടർ നോക്കണം. ക്ലാസ് സെലക്ടർ എങ്ങനെ നോക്കാം? ക്ലാസ് സെലക്ടർ മീൻസ് നമുക്ക് എന്ത് വേണം, ഒരു ക്ലാസ് വേണം. ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഒരേ സ്റ്റൈൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യാം. അതായത് നമുക്കൊരു സെലക്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ എന്ത്, ഒരു പുതിയൊരു നെയിം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് എങ്ങനെയാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് റെഡ് അല്ലേ വേണ്ടത്, സോറി ടെക്സ്റ്റ് വയലറ്റ് അല്ലേ വേണ്ടത്, വയലറ്റ് ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് വയലറ്റ്. ഓക്കെ, ടെക്സ്റ്റ് വയലറ്റ്. ഇതിനെയാണ് ഈ ഒരു പേര് കൊടുത്തില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാം, ഒരു ക്ലാസ് എന്ന് പറയാം. വഴിയുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, എന്താണ് ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ജസ്റ്റ് കളർ വയലറ്റ്. ഓക്കെ, ടെക്സ്റ്റ് വയലറ്റ് എന്താണ്, കളർ വയലറ്റ് ആക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഈ ക്ലാസ്സിനെ നമുക്ക് എവിടെ യൂസ് ചെയ്യണം, എവിടൊക്കെയാണോ നമുക്ക് വയലറ്റ് ടെക്സ്റ്റ് വേണ്ടത് അവിടൊക്കെ നമ്മൾ ആ ക്ലാസ്സിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യണം. അതിനാണ് എന്ത് ചെയ്യുക, ഈ എലമെന്റ് H1, H3, P ഈ മൂന്നെണ്ണത്തിന് നമുക്ക് ആവശ്യമില്ലേ, ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു ക്ലാസ് ഉപയോഗിക്കണം. നമ്മൾ CSS എഴുതി വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സസ് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. എന്താണ് ആട്രിബ്യൂട്ട്? ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനുള്ളിൽ എന്ത് കൊടുക്കുക, എന്ത് ക്ലാസ് ആണോ നമ്മൾ ഡിഫൈൻ ചെയ്തത് ആ ക്ലാസ് നമ്മൾ വിളിക്കണം. ടെക്സ്റ്റ് വയലറ്റ് എന്നുള്ള സ്പെല്ലിങ്സോ ടൈപ്പോ എററോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അപ്പൊ എന്ത് വരില്ല, ക്ലാസ്സസ് കണക്ട് ആവില്ല. അപ്പൊ ക്ലാസ് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് തന്നെ ആവണം, ഒന്ന് ചെക്ക് ചെയ്യണം എന്തായാലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ എന്താണ് ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ഇവിടെ, ആ ക്ലാസ് ഇവിടെ വിളിച്ചു. ഇപ്പൊ എന്ത് സംഭവിക്കണം എന്നറിയാം, ശരിക്കും പറഞ്ഞിട്ട് ക്ലാസ് വരാൻ പാടില്ല. എവിടെ, അതായത് ടെക്സ്റ്റ് റെഡ് ആയിട്ട് തന്നെ വരണം, വയലറ്റ് ആവാൻ പാടില്ല. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. കണ്ടോ മാറിയിട്ടുണ്ടോ? സേവ് ചെയ്തു, ഇവിടെ വന്ന് നോക്കി
HTML എന്താണ്? ഹലോ HTML എന്താണ്? റെഡ് തന്നെയാണ് അല്ലേ? H1 എലമെന്റ് റെഡ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് എടുക്കണില്ല? എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടില്ല ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ക്ലാസ് ആണ്. നമ്മൾ സാധാരണ എലമെന്റ്സിനെ ഡയറക്റ്റ്ലി വിളിക്കുന്ന പോലെയല്ല. നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ഡോട്ട് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡോട്ട് ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. അതായത് ഡോട്ട് വിളിച്ചിട്ട് വേണം നമ്മൾ എന്താ ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എലമെന്റ് സെലക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്ട്ലി ആ എലമെന്റ് ഏതാണോ H1 ആണെങ്കിൽ H1 എന്ന് വിളിക്കുക, H3 ആണെങ്കിൽ H3 എന്ന് വിളിക്കുക, P ആണെങ്കിൽ P എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി. പക്ഷെ ക്ലാസ്സസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ഡോട്ട് യൂസ് ചെയ്തിട്ട് വേണം വിളിക്കാം. ഓക്കെ, ഡിഫൈൻ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഡോട്ട് ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കളർ വയലറ്റ് ആക്കി കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു? സേവ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് നോക്കുകയാണ്. കണ്ടില്ലേ? വയലറ്റ് കളർ ആയില്ലേ? ഓക്കെ, വയലറ്റ് കളർ വന്നില്ലേ? അപ്പൊ എന്താണ്, ഞാൻ ഇവിടെ ജസ്റ്റ് ഡോട്ട് ഇട്ട് എടുത്തപ്പോൾ അവിടെ വയലറ്റ് കളർ വന്നു. അപ്പൊ എന്താണ് ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മളിവിടെ കോൾ ചെയ്തപ്പോൾ എന്ത് വന്നു? ടെക്സ്റ്റ് വയലറ്റ് കളറായി. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു? H3ക്കും വേണമെന്ന് കരുതാ ക്ലാസ് ടെക്സ്റ്റ് വയലറ്റ് ഇവിടെ വിളിച്ചു. കണ്ട, H3ക്കും വയലറ്റ് കളറായില്ലേ ടെക്സ്റ്റ്. ഇനി അതാ P ടാഗിനാക്കണ്ടേ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ക്ലാസ് ടെക്സ്റ്റ് വയലറ്റ്. ഓക്കെ, ഇവിടെയും വിളിച്ചു. കണ്ടോ? അപ്പൊ P ടാഗിനും എന്തായി? ആ കളർ വന്നില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സസ് എന്ത് ചെയ്യാൻ മാറിപ്പോവില്ല. ഇപ്പൊ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. നമ്മളിപ്പോ സ്റ്റൈൽ ഈക്വൽ ടു കളർ കോളൻ വൈറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ ഇപ്പൊ ഇവിടെ വീണ്ടും ഒരേ ക്ലാസ്സസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ലേ? രണ്ടും ഏകദേശം ഒരേ എഫേർട്ട് തന്നെ അല്ലേ, അല്ലെങ്കിൽ ഒരേ കോഡ് ഓഫ് ലൈൻസ് തന്നെ അല്ലേ വരുന്നുള്ളൂ എന്നുള്ളൊരു സംശയം വരാം. അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോൾഡ് കൂടി ആവണം. എന്താണ്? ടെക്സ്റ്റ് ബോൾഡും കൂടി ആവണം. അതായത് ടെക്സ്റ്റ് ബോൾഡ് അല്ല, എന്താ പറയാ, ഇറ്റാലിക് ആവണം എന്ന് കരുതാം. അപ്പം ഫോൺ സ്റ്റൈൽ ഇറ്റാലിക് ആക്കണം. അതിനുള്ള പ്രോപ്പർട്ടി എന്തുണ്ട്? നമുക്കൊരു ഫോൺ സ്റ്റൈൽ ഇറ്റാലിക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്ത് കൊടുത്ത് നോക്കണം? ഫോണ്ട് സ്റ്റൈല് കണ്ടോ, അതിലെന്ത് ഇറ്റാലിക് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൊടുത്തു. അപ്പൊ എന്താണ് ഇറ്റാലിക് മീൻസ് എന്താണെന്ന് അറിയില്ല. ഫോണ്ട് എന്താ ചെരിഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഫോൺ സ്റ്റൈൽ ഇറ്റാലിക് കൂടിയാണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് അവിടെ ഇൻലൈൻ ആയിട്ട് നമ്മൾ ക്ലാസ്സസ് എഴുതുകയാണ്, ഇൻലൈൻ ആയിട്ട് സ്റ്റൈൽസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? പ്രോപ്പർട്ടി വാല്യൂ എന്നുള്ള രീതിയിൽ കളർ വയലറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ സെമിക്കോളൻ ഇട്ടിട്ട് എന്ത് കൊടുക്കണം? ഫോണ്ട് സ്റ്റൈല് ഇറ്റാലിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു എലമെന്റിന് നമ്മൾ എത്ര സ്റ്റൈൽ ഡിഫൈൻ ചെയ്യണം? 2 സ്റ്റൈൽ ഡിഫൈൻ ചെയ്യണം. ഇവിടെ 2 ഡിഫൈൻ ചെയ്യണം, ഇവിടെ 2 ഡിഫൈൻ ചെയ്യണം, ഇവിടെ 2 ഡിഫൈൻ ചെയ്യണ്ടേ? അപ്പൊ അത്രയും ഇപ്പൊ 2 അല്ല, ഇനി 3 സ്റ്റൈൽസ് ഉണ്ട്, 4 സ്റ്റൈൽസ് ഉണ്ട്, 5 സ്റ്റൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 5 സ്റ്റൈൽസും 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 5 പ്രാവശ്യം ഡിഫൈൻ ചെയ്യണം. ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 എലമെന്റ്സ് ഉണ്ടാവും. ഈ 3 എലമെന്റ്സിൽ നമുക്ക് ഒരേപോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 5 സ്റ്റൈൽസും ഈ 3 എലമെന്റ്സിലും നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരില്ലേ? അല്ലെ, കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ കോഡ് ഓഫ് ലൈൻസ് നല്ല രീതിയിൽ എന്താവും? ലെങ്തി ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒറ്റ പ്രാവശ്യമല്ലേ ഈ സ്റ്റൈൽ എഴുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് എഴുതിയിട്ടുള്ളൂ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ക്ലാസ്സസ് ജസ്റ്റ് വിളിച്ചാൽ മതി. ഇതിനുള്ളിൽ ഇനിയിപ്പോ എത്ര തന്നെ പ്രോപ്പർട്ടീസും വാല്യൂസും ഉണ്ട് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. 5 6 7 8 10 എത്ര ആയാലും നമുക്ക് എന്ത് വിളിച്ചാൽ മതി? ടെക്സ്റ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലാസ്സുകൾ, അത്രയും സ്റ്റൈൽസുകൾ ഒറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ 3 എന്ത് കൊടുത്തു? ടെക്സ്റ്റ് വയലറ്റ് കൊടുത്തു അല്ലെ? സേവ് ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടോ, ആ 3 എലമെന്റ്സിന് എന്തെടുത്തു? ഇറ്റാലിക് ആയും ചെയ്തു, വയലറ്റ് ആയും ചെയ്തു. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഒരേ ക്ലാസ്സസ് നമുക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരേ സ്റ്റൈൽസ് നമുക്ക് യൂസ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ക്ലാസ്സസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഒന്നിൽ കൂടുതൽ എലമെന്റ്സിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സസ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ,
അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇവിടെ എന്തുണ്ട്, നമുക്ക് H1 H3P അല്ലെ, ഈ കളർ റെഡ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനുള്ളിലുള്ളത് ഏതാക്കണം എന്നറിയാം, ഒരു ഗ്രീൻ കളർ ആക്കണം എന്ന് കരുതാം. ഓക്കെ, ഗ്രീൻ കളർ ആക്കി കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഗ്രീൻ കളർ ആക്കണം എന്ന് കരുതാം. ഇതിനുള്ളിലുള്ള കളർ എന്താക്കണം, ഗ്രീൻ കളർ ആക്കണം. അതായത് ഡിവിനുള്ളിലുള്ള ഈ H1ഉം ഈ H3ക്കും ഈ Pക്കും എന്ത് വരണം, ഗ്രീൻ കളർ വരണം. ഇവിടെ ഇപ്പൊ റെഡ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള എല്ലാ, ഇനി വേറെ ഏത് ഇവിടുന്ന് മൂന്നാമതൊരു HTML എലമെന്റ്സ് അല്ലെങ്കിൽ ഇതുപോലൊരു H1 കൂടി ഉണ്ടെന്ന് കരുതാം. ഈ H1നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതായത് ഈ H1ന് റെഡ് വേണം, പക്ഷെ ഈ ബോക്സിനുള്ളിലുള്ള H1നും H3ക്കും Pക്കും എന്ത് വരണം, ഗ്രീൻ കളർ കൊടുക്കണം എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്താൽ പോരെ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നേരത്തെ പറയുന്ന പോലെ തന്നെ ഡോട്ട് ടെക്സ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. കളർ എന്താക്കണം, ഗ്രീൻ ആക്കണം. ഗ്രീൻ ആക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, വരുമോ, ഇല്ല, വരില്ല. വരാത്തതിന് കാരണം എന്താണ്, നമ്മളെ ക്ലാസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഏത് എലമെന്റിനാണ് വേണ്ടത് അവിടെ വന്നിട്ട് കോൾ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിന്റെ ഹെൽപ്പ് ആണ് നമുക്ക്. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്തെടുത്തു, ഇവിടെ കോൾ ആക്കി. അപ്പൊ എന്തായി, ടെക്സ്റ്റ് എന്തായി, റെഡ് കളർ ആയില്ലേ. H1ന് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്ത്, H1ന് മാത്രമേ നമുക്ക് ഇവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഗ്രീൻ, ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ടെക്സ്റ്റ് ഗ്രീൻ കൊടുത്തു സേവ് ചെയ്തു. ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടോ, എല്ലാം ഗ്രീൻ കളർ ആയില്ലേ. ഈ ഉള്ളിലുള്ളത് മാത്രമല്ലേ ഗ്രീൻ കളർ ആയിട്ടുള്ളൂ, പുറത്തുള്ളത് മാറിയോ, ഇല്ലല്ലോ. അപ്പോൾ അത് മാറാണ്ടിരിക്കാൻ ഇനി ഈ ബോഡിന്റെ ഉള്ളില്, അതായത് ടോട്ടൽ ഇവിടെ നമ്മൾ ഒരു H1 എലമെന്റ് അല്ലെങ്കിൽ H3യോ അല്ലെങ്കിൽ Pയോ എവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് വരുള്ളൂ, ഹലോ CSS എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, അതെന്ത് ചെയ്തു, റെഡ് തന്നെ വന്നു. ഇതും എന്തായി, റെഡിൽ വന്നു. അപ്പൊ ഇതിൽ ഈ ബോഡി ടാഗിൽ, ഈ ബോഡിനുള്ളിൽ എവിടെ ഒരു H3യോ H1ഓ അല്ലെങ്കിൽ P ടാഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ എല്ലാ എലമെന്റ്സിനും എന്ത് കളർ ഡീഫോൾട്ട് ആയിട്ട് എടുക്കുക, റെഡ് കളർ എടുക്കുക. കാരണം എന്തുകൊണ്ട്, നമ്മളിവിടെ H1 H3 P എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സെലക്ഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, കളർ റെഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ക്ലാസ്സസ് ഇൻലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ഈ എലമെന്റ്സിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിനെ എന്ത് ചെയ്യും, ഓവർ റൈഡ് ചെയ്തിട്ട് ഈ ക്ലാസ്സസ് എടുക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതാണ് ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ലാസ് സെലക്ടർ, നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഒരേ സ്റ്റൈൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വീണ്ടും ഒരേ കോഡ് ഓഫ് ഒരേ സ്റ്റൈൽസ് തന്നെ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കേണ്ട, ഓരോ എലമെന്റ്സ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്ലാസ്സസിനെ, ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റൈൽസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഓരോ എലമെന്റ്സിലും പോയിട്ട് കോൾ ചെയ്താൽ മാത്രം മതി. ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ID സെലക്ടർ വരുന്നുണ്ട്. ID സെലക്ടർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, ID സെലക്ടർ എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് പോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഈ ഒരു P ടാഗിന് നമുക്ക് എന്ത് കൊടുക്കണം, എന്ത് വേണം, ഒരു വേറെ എന്തെങ്കിലും കളർ, എന്താ പറയാ, ഒരു യെല്ലോ കളർ വേണം. യെല്ലോ കളർ അല്ല, വേറെ ഏതെങ്കിലും കളർ വേണം നമുക്ക് നോക്കാം. യെല്ലോ കളർ വേണം നേരത്തെ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു ID എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ഗ്രീന് പോലെ തന്നെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഇവിടെ എന്താ CSS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്താണ്, ഹലോ CSS ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, CSS എന്നുള്ള അല്ലെങ്കിൽ ഹലോ CSS എന്ന് പറഞ്ഞിട്ടൊരു ID ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ,
എന്തായത് ഈ എലമെന്റിന് ഈ പി എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന് എന്താണ് അതിന്റെ കോണ്ടന്റ് എന്താണ് ഹലോ സി എസ് എസ്. ഈ ഒരു എലമെന്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഒരു ഐ ഡി കൊടുത്തു. എന്താണ് ഹലോ സി എസ് എസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഐ ഡി കൊടുത്തു. ഇനി നമുക്ക് ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എലമെന്റിന് സ്റ്റൈൽ ചെയ്താൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെ പറ്റും, എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ക്ലാസ് ഒക്കെ യൂസ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ആ ഐ ഡി അല്ലെങ്കിൽ എലമെന്റ് സ്റ്റൈലിംഗ് ഒക്കെ യൂസ് ചെയ്ത പോലെ തന്നെ ആ ഐ ഡി ഇവിടെ വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴോട്ട് വരിക, കളറ് എന്താ വേണ്ടത്, ബ്ലൂ വയലറ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ബ്ലൂ വയലറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ വന്നിട്ടുണ്ടാവോ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. സേവ് ചെയ്തിട്ടുണ്ട്. പുറത്ത് വരുന്ന സമയത്ത് എന്താണ് ഹലോ സി എസ് എസ് എന്താണ് റെഡ് കളറിലാണ്. അതെന്തുകൊണ്ടാ, പി ടാഗ് അതിനെ കൊണ്ട് പി ടാഗ് അതിനെ കൊണ്ട് റെഡ് കളറിൽ ഡിഫോൾട്ട് ആയിട്ട് എടുത്തു. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ബ്ലൂ വയലറ്റിലല്ലേ, എന്തുകൊണ്ട് അതിൽ വന്നില്ല. അപ്പോ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഐ ഡി സെലക്ടർ എന്ന് പറയുമ്പോൾ ഐ ഡി സെലക്ടർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് സെലക്ടർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്ത്, ഡോട്ട് യൂസ് ചെയ്തില്ലേ. അതുപോലെ ഐ ഡി സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യണം, ഹാഷ് യൂസ് ചെയ്യണം. ഓക്കെ, എന്താണ് ഹാഷ് യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഐ ഡി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, ഇവിടെ ഹാഷ് കൊടുക്കണം. ഓക്കെ, ഹാഷ് കൊടുത്തു. ഐ ഡി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാഷ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ സേവ് ചെയ്യുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ സംഭവം കണ്ടോ, ബ്ലൂ വയലറ്റിൽ എന്തായിട്ടുണ്ട്, കളർ മാറി വന്നിട്ടുണ്ട്. ബ്ലൂ വയലറ്റ് അതിനെ കൊണ്ടാണ് മനസ്സിലാകാത്തത്. ഇതിന്റെ കളർ കൊണ്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, യെല്ലോ കളർ. ഓക്കെ, കണ്ടോ, യെല്ലോ ഗ്രീൻ, ഇതെന്തായി ബ്ലൂ വയലറ്റ് ആയി. ഓക്കെ, മനസ്സിലായോ. അപ്പോൾ ഹലോ സി എസ് എസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ നമുക്ക് ഒരു ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ എലമെന്റിന്. അപ്പോൾ ഈ ഐ ഡി സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയാം, ഐ ഡി സെലക്ടർ എന്ന് പറയാം. ഐ ഡി സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഐ ഡി സെലക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ഡി സെലക്ടർ നമ്മൾ നോക്കിയില്ലേ. ഐ ഡി സെലക്ടറിന് ഒരു എക്സാമ്പിളോട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നോക്കാം. എന്നിട്ട് എന്ത് കൊടുത്തു, ഇതെന്തുകൊണ്ട് ബ്ലാക്കിൽ വന്നു, എന്തുകൊണ്ട് വന്നിട്ടുണ്ടാവും അറിയില്ലേ, എന്തുകൊണ്ടാണ്. മറ്റുള്ളൊക്കെ റെഡിൽ വരാൻ കാരണം, H1 H3 P റെഡിൽ വരാൻ കാരണം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് സെലക്ടർ കാരണമാണ് ഇവിടെ അത് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ H5 നമ്മൾ H5 ആണ് നമ്മളിവിടെ കൊടുത്തത് അല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു സ്റ്റൈലും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഏതിലെ വരിക, ബ്ലാക്കിലെ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു H5 നമുക്ക് എന്തോ യൂസ് ചെയ്യണം, ഒരു എലമെന്റ്, ഒരു ഐ ഡി കൂടി അല്ലെങ്കിൽ ഒരു ഐ ഡി സെലക്ടർ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റൈൽ കൊടുക്കണം എന്നല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിനൊരു ഐ ഡി കൊടുക്കണ്ടേ, എന്ത് കൊടുക്കും, എന്തും കൊടുക്കാട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഹലോ സി എസ് എസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതന്നെ കൊടുത്തൂടാ. ഈ ഹലോ സി എസ് എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങ് ഒരേ ക്ലാസ്സസ്, അതായത് ഒരേ നെയിം, ഇവിടെ എന്താ ഐ ഡിസ് എപ്പോഴും എന്താവണം, യുണീക്ക് ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിസ് ഒരിക്കലും ഒരു HTML ഡോക്യുമെന്റിൽ വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ്സസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റൈൽസ് നമ്മൾ ഒരേ ഐ ഡി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വരും, ഇവിടെ പാടില്ല, ഒരേ ഐ ഡി യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്ത് വർക്ക് ആവുന്നുണ്ട്, ക്ലാസ്സസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ സി എസ് എസിന് എന്ത് എടുത്തു, ബ്ലൂ വയലറ്റ് എടുത്തു. അപ്പൊ എന്താണ്, ഒരേ ഐ ഡിസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നെങ്കിലും എന്തെടുക്കുന്നുണ്ട്, സ്റ്റൈൽസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ നമുക്ക് പ്രശ്നം വരുന്നറിയാം, നമുക്ക് ഈ ഐ ഡിസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആ ഒരു എലമെന്റിനെ മാത്രമായിട്ട് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്,
ഐ ഡി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസർ ഐ ഡി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ യൂസറിനും യൂസർ ഐ ഡി ഉണ്ടാവും. നമുക്കൊരു ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു യൂസർ ഐ ഡി ഉണ്ടാവും. ഓരോ യൂസറിനും എന്താണ് ഒരു യൂസർ ഐ ഡി ഉണ്ടാവും. ഈ യൂസർ ഐ ഡി എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഒരാൾക്കുള്ള യൂസർ ഐ ഡി തന്നെ വേറൊരാൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ HTML ഡോക്യുമെന്റ്സിൽ ഇഷ്ടംപോലെ എലമെന്റ്സുകൾ ഉണ്ടാവല്ലോ. അപ്പൊ അത്രയും എലമെന്റ്സിന് എത്ര എലമെന്റ്സ് ഇപ്പൊ പി ടാഗ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പി ടാഗ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് പി ടാഗ്സ് ഇല്ലേ? അപ്പൊ ഇതിന്ന് ഒന്നിനെ മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിനെ മാത്രമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. ആ ഒരു രീതിയിൽ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ID എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ഒരേ രണ്ട് എലമെന്റ്സിന് ഒരേ IDs നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരേ ID വാല്യൂ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നമ്മളൊരു എലമെന്റിനെ, ഈ എലമെന്റിനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ ഇവിടെ ഇതാണോ എന്നുള്ള രീതിയിൽ ഒരു ക്ലാഷ് വരും. നമുക്കത് മെയിൻലി നമുക്കത് എന്താ പറയാ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ, അതായത് നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ IDs നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജാവാ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഗെറ്റ് എലമെന്റ് ബൈ ID എന്നൊക്കെ പറഞ്ഞിട്ട് ഫംഗ്ഷൻസുകളുണ്ട്. ID വെച്ചിട്ട് നമുക്ക് ഒരു എലമെന്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ജാവാ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? എറേഴ്സ് എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാം? എലമെന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ക്ലാഷസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ID നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു HTML ഡോക്യുമെന്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ hello CSS എന്ന് പറഞ്ഞിട്ട് ഒരു ID ക്രിയേറ്റ് ചെയ്തു. വീണ്ടും നമുക്ക് ആ hello CSS സെയിം സ്റ്റൈൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ID വെച്ചിട്ട് നമുക്ക് ആ സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്ലാസ് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പോയിട്ട് ഈ ഡോട്ടുള്ളത് ഹാഷുള്ള മാറ്റിയിട്ട് ഡോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അത് ക്ലാസ് സെലക്ടർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെയും ക്ലാസ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ ആ രീതിയിൽ ക്ലാസ് സെലക്ടർ ആക്കിയിട്ട് യൂസ് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ID വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ID യുണീക്ക് ആക്കിയിട്ട് തന്നെ ഒരേ ID ഒരിക്കലും കൊടുക്കരുത്, ഒരു കാരണവശാലും കൊടുക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. മനസ്സിൽ വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ hello CSS1 ഞാൻ എന്ത് ചെയ്തു? രണ്ടും യുണീക്ക് ആവണല്ലോ. അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ടും എന്ത് ഡിഫറെന്റ് ആക്കിയിട്ട് കൊടുത്തു. ഇതെന്താണ്? hello CSS ആണ്. H5 എന്താണ്? hello CSS1 അല്ലെങ്കിൽ CSS അപ്പോൾ hello CSS1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ രണ്ട് IDs ക്രിയേറ്റ് ചെയ്തില്ലേ? ഇപ്പൊ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇതെന്താണ്? മേലത്തത് പി ടാഗിലുള്ളത് എന്തായിട്ട് വന്നിട്ടുണ്ട്? ബ്ലൂ വയലറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം അതിനുള്ള സ്റ്റൈൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് എന്തേ ബ്ലാക്ക് അല്ല? ഇതിന് സ്റ്റൈൽസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. കാരണം എന്താണ്? ഇതിന്റെ സ്റ്റൈല് ഈ IDക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. മാത്രമല്ല ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഇതിന് കൊടുത്തിട്ടുമില്ല. അതിനെ കൊണ്ടാണ് അത് പ്രശ്നം അത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? hello CSS1 എന്ന് പറഞ്ഞിട്ടൊരു ID കൂടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ കളറ് ഇത് കൊടുത്തു. ഓക്കെ, അക്വാമറൈൻ കൊടുക്കാം. ഓക്കെ, അക്വാമറൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്തു? സേവ് ചെയ്തു. ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും കണ്ടോ? സ്റ്റൈല് മാറിയില്ലേ? കളർ എടുത്തില്ലേ? മനസ്സിലായോ? അപ്പൊ ID സെലക്ടർ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുകൊണ്ടാണ് hello CSS1 എന്ന് പറഞ്ഞിട്ട് ID നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. എന്ത് കളർ കൊടുത്തു? അക്വാമറൈൻ എന്ന് പറഞ്ഞിട്ട് കളർ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ ID യൂസ് ചെയ്തിട്ടുള്ള എലമെന്റിന് നമുക്ക് എന്ത് വന്നു? ഈ സ്റ്റൈല് വന്നു. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ID ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതെന്ത് ചെയ്യുക? യുണീക്ക് ആക്കിയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങളെല്ലാം ഒന്ന് നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.